എവ്രിവൺ, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ്. നമ്മുടെ വൈറ്റ് ഫീൽഡിലുള്ള ഫീനിക്സ് മാർക്കറ്റ് സിറ്റിയിലേക്കാണ് കേട്ടോ ഇന്ന് മൂവി കാണാൻ വന്നിരിക്കുന്നത്. യൂഷ്വലി ഒരു 30 to 40 മിനിറ്റ്സ് കൊണ്ട് ഫീനിക്സ് മാർക്കറ്റ് സിറ്റിയിൽ എത്താറുണ്ട്. പിന്നെ കൂടാതെ തന്നെ ശനിയാഴ്ച ഒരു ഉച്ച കഴിഞ്ഞ ടൈമിലാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. 5 o'clock മൂവിക്ക് ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ച അധികം ട്രാഫിക് ഒന്നും കാണില്ല എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയപ്പോൾ തൊട്ട് വൈറ്റ് ഫീൽഡ് എത്തുന്ന വരെ ഫുൾ ട്രാഫിക്. എന്നിട്ട് 5 മണീൻ്റെ മൂവിക്ക് ഞങ്ങൾ മോളിൻ്റെ മുന്നിലെത്തുന്ന കറക്റ്റ് 5 മണിക്ക്. ഞങ്ങൾ പിന്നെ ഷോപ്പിങ്ങിനൊന്നും നിൽക്കാതെ ഡയറക്റ്റ് PVRൻ്റെ ബ്ലോക്കിലേക്കാട്ടോ പോയത്. മൂവി തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ ഉറപ്പിച്ചിട്ടാണ് കയറിയത്. പക്ഷേ അവിടെ പോയി നോക്കിയപ്പോഴാണ് അവർ ക്ലീനിങ്ങിനായിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് മൂവി തുടങ്ങിയില്ല. അപ്പം ഞങ്ങൾ കെട്ട പോസ്റ്റായി. ആ സമയത്ത് പിന്നെ പറയണ്ടല്ലോ, എനിക്ക് വീഡിയോ എടുക്കാൻ കിട്ടുന്ന സമയമാണ്, ഞാൻ മുതലാക്കുമല്ലോ. ഞങ്ങൾ ഏത് മൂവി കാണാനാണ് വന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഇന്ന് നമ്മൾ റോബിൻ ഹുഡ് കാണാനാണ് വന്നിരിക്കുന്നത്. ഗൈസ്, ഇത് മലയാളം മൂവിയല്ല, തെലുഗു മൂവിക്കാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെയുള്ള 2 ഫ്രണ്ട്സ് ആണെങ്കിൽ തെലുഗൂസാണ് കേട്ടോ. അവരെപ്പോഴും പറയും ഞങ്ങളുടെ കൂടെ മാത്രം വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര പരാതിയാണ്. അപ്പോൾ ഞാൻ ആ പരാതി മാറ്റിക്കളയാനാണ് വന്നത്. ഈ ഒരു മൂവീൻ്റെ ടൈറ്റിൽ വരുന്നത് ഞാൻ ഇൻസ്റ്റയിലും വാട്സപ്പിലും സ്റ്റാറ്റസ് ഇട്ട സമയത്ത് എന്നോട് ആനിമേറ്റഡ് മൂവി കാണാനാണോ വന്നതെന്ന് ചോദിച്ചായിരുന്നു കുറച്ച് ഫ്രണ്ട്സ്. അല്ല കേട്ടോ, ഇത് തെലുഗു മൂവി തന്നെയാണ്. ആനിമേറ്റഡ് മൂവീസ് ഞാൻ യൂഷ്വലി കാണാറ് OTT പ്ലാറ്റ്ഫോംസിലൂടെയാണ് കേട്ടോ. ഞാൻ തിയേറ്ററിൽ വന്നിട്ട് ബാംഗ്ലൂർ വന്നതിന് ശേഷം ഞാൻ ആകെ ഒരു പ്രാവശ്യം മാത്രമേ പോയിട്ടുള്ളൂ, മോണ എന്ന് പറഞ്ഞിട്ടുള്ള കാണാൻ. ബാക്കിയുള്ളതൊക്കെ ഞാൻ OTT വഴി മാത്രമേ കാണാറുള്ളൂ. മൂവി കഴിഞ്ഞ് ഒരു 7:45 ആകുമ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴേക്കും നന്നായി വിശക്കാൻ തുടങ്ങി. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഫുഡ് കോർട്ടിലേക്ക് വെച്ച് പിടിച്ചു. പോകുന്ന വഴിക്ക് തന്നെ ഞങ്ങൾ ബർഗർ കിങ്ങിലുള്ള ആപ്പ് വഴി ഞങ്ങൾ ബർഗേഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ബാക്കിയുള്ള ജങ്ക് ഫുഡിന് എല്ലാത്തിനേക്കാളും എനിക്ക് ബർഗറാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതാണ് എപ്പോഴും ബർഗർ കിങ് ഞാൻ ചൂസ് ചെയ്യാറ്. മിക്ക എൻ്റെ ഫോട്ടോസിലും ബർഗർ കിങ് ആയിരിക്കും ഉണ്ടാവുക. ബർഗർ കിങ്ങിൻ്റെ ആപ്പ് വഴി ബുക്ക് ചെയ്തതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഫുഡ് റെഡി ആയിരുന്നു. അപ്പോൾ ജസ്റ്റ് പോയി കളക്ട് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ ഫുഡ് എൻജോയ് ചെയ്ത് കഴിച്ചു. ഞാനിപ്പം ബാംഗ്ലൂർ വന്നിട്ട് 2 years കഴിഞ്ഞു കേട്ടോ. ഏറ്റവും കൂടുതലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെലുഗു മൂവീസാണ് ഞാൻ കണ്ടിട്ടുള്ളത്. മലയാളം എനിക്ക് തോന്നുന്ന ഒരു 2-3, അതിൽ കൂടുതൽ ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടേ ഇല്ല. തമിഴ് പിന്നെയും കണ്ടിട്ടുണ്ട്, ഒരു 4-5 എണ്ണം ഞാൻ തമിഴ് കണ്ടിട്ടുണ്ട്. കൂടുതലും തെലുഗു മൂവീസാണ് കണ്ടത്. ഇംഗ്ലീഷ് ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഹിന്ദി മൂവീസിന് പോയിട്ടില്ല. ഹിന്ദി യൂഷ്വലി ഞാൻ പ്രിഫർ ചെയ്യാറില്ല. ഞാനത് OTT മാത്രമേ പ്രിഫർ ചെയ്യാറുള്ളൂ, ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. കൂടുതലും തെലുഗു, പിന്നെ തമിഴ്, പിന്നെ മലയാളം, അങ്ങനെയാണ് ഞാൻ പ്രിഫർ ചെയ്യാറ്. മോൾസിൽ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും അവിടുത്തെ സ്മാർട്ട് ബസാറിൽ കയറാറുണ്ട്. എന്നിട്ട് അവിടുന്ന് പർച്ചേസ് ചെയ്യും, ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ. എന്നിട്ടേ ഞങ്ങൾ തിരിച്ചു വരാറുള്ളൂ. പക്ഷേ ഞങ്ങൾ തപ്പി പോയിട്ടും ഒന്നും കണ്ടില്ല. അപ്പോഴാണ് പറഞ്ഞത് അവിടുത്തെ സ്മാർട്ട് ബസാർ ക്ലോസ് ചെയ്തു. ഞങ്ങളപ്പോൾ PGയിലേക്ക് തിരിച്ചു പോകാമെന്നുള്ള പ്ലാൻ ഇട്ടു. പിന്നെ മെയിനായിട്ട് ഈ ഒരു മോള് ചൂസ് ചെയ്തത് റോബിൻ ഹുഡ് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു 3 weeks മുമ്പ് ഫിനിക്സ് മോളിൻ്റെ മുന്നിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക്. ആ സമയത്ത് ഞാൻ അടിപൊളി ഒരു പീകോക്ക് ലൈറ്റിംഗ് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ റീൽസിലും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ വന്ന ടൈം കുറച്ച് ലേറ്റായിപ്പോയി. അതുകൊണ്ട് അവരത് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് പുറത്തിറങ്ങിയപ്പോഴാണ് ലുലു ഡെയിലി VR മോളിലുണ്ടെന്ന് കാണുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ സ്മാർട്ട് ബസാറും കൂടെ പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ ലുലു ഡെയിലിയിലേക്ക് പോകാമെന്ന് കരുതി. ഈ ഒരു ലുലു ഡെയിലി ആണെങ്കിലും സ്മാർട്ട് ബസാർ ആണെങ്കിലും ഞാൻ മെയിൻലി പ്രിഫർ ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഓഫേഴ്സും ഡിസ്കൗണ്ട്സും ഒക്കെ ഉണ്ടാവും. ഈ ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും നല്ല ഫ്രഷും ആയിരിക്കും. അത്യാവശ്യം നല്ല റേറ്റ് കുറവായിരിക്കും. എനിക്ക് അതാണ് യൂഷ്വലി തോന്നിയിട്ടുള്ളത്. ഞാൻ ഓൺലൈനിലാണ് മിക്ക ടൈമിലും വെജിറ്റബിൾസും ഫ്രൂട്ട്സും പർച്ചേസ് ചെയ്യാറ്. അതിനേക്കാളും ഡിസ്കൗണ്ടഡ് ആയിട്ടും ഫ്രഷ് ആയിട്ടും ഉള്ളത് എനിക്ക് ഈ ലുലു ഡെയിലിയിലും സ്മാർട്ട് ബസാറിലും വന്നിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുമ്പോഴാണ് കേട്ടോ. അതെപ്പോഴും പറ്റാറില്ല. സോ ഓൺലൈൻ ഷോപ്പിംഗ് ആണ് ഇപ്പം. ജസ്റ്റ് പാസ് ചെയ്ത സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുള്ളൂ, നമ്മുടെ നാട്ടിലുള്ള തെയ്യത്തിൻ്റെ ഒരു റെപ്ലിക്കയാണ് കേട്ടോ ഇത് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇവിടെയൊന്നും അതുണ്ടാവില്ല, ഇത് ബാംഗ്ലൂർ അല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴാണ് അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നത് തെയ്യമാണെന്നുള്ളത്. അപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു, ഇത് കറക്റ്റ് ആട്ടോ, നീ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു 9:30, 9:45 ഒക്കെ ആയി കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ ആസ്വദിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഒരു 10 മണിയായി.
എപ്പോഴും നല്ല ട്രാഫിക്കാണ് റോഡിൽ. അപ്പം ഞങ്ങൾ എന്തായാലും ഒരു ഓട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും 1 മണിക്കൂർ കഴിയുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ മെട്രോ പ്രിഫർ ചെയ്യാമെന്ന് കരുതി. മെട്രോ ആകുമ്പോൾ പെട്ടെന്ന് എത്തിക്കോളും. പിന്നെ ഞങ്ങൾ വിൻഡോ ഗ്ലാസ് പോലും വെറുതെ വിടാറില്ല. വിൻഡോ ഗ്ലാസ്സിൽ ഞങ്ങൾ റിഫ്ലക്ഷനൊക്കെ നോക്കി ഇരിപ്പുണ്ട്. സോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. സോ നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.